ഹലോ. അപ്പോൾ ഇന്ന് നമുക്കിതൊരു വെറൈറ്റി ആയിട്ടൊരു മീൻ്റെ കറി, മീൻ കറിയല്ല എന്നാലും ഒരു വെറൈറ്റി ഒരു മീൻ മസാലക്കറി പോലെ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും വിനാഗിരിയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഓവറായിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ. എന്നിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് 4 സവാള നീളത്തിലരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഞാനിവിടെ ഒരു 10 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ. അതിനുശേഷം പിന്നെ നമുക്ക് പൊടികളിടാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പിടാൻ മറന്നു പോകരുത്. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. നല്ല മറ്റേ പുളിയുള്ള തൈരുണ്ടല്ലോ, അത് വേണ്ട ഇതിലേക്ക് ഈ പുളിയില്ലാത്ത തൈരാണ് നല്ലത്. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്നറിയോ? ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ചെറിയ ജീരകം ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ പതുക്കെ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്പൂണ് കയ്യിലിട്ടിട്ടൊന്നും ഇളക്കണ്ട. നമ്മൾ ജസ്റ്റ് ആ പാത്രം ഒന്ന് പിടിച്ചിട്ട് തിരിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേനും ഒരു 5 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ നമ്മളെ കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് തിളപ്പിക്കാം. എന്നിട്ട് അതിന് ശേഷം ഓഫ് ചെയ്യാനാവുമ്പോൾ നമുക്ക് ഒരു 2 പച്ചമുളകും ഒരു കഷ്ണം ബട്ടറും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ പണി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളിത് കുബൂസ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. വെള്ളപ്പത്തിനൊപ്പം അടിപൊളി കറിയാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.